ഇത് ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന ഒരു അമ്മയുടെയും മോളുടെയും ഗോസ്റ്റ് സ്റ്റോറിയാണ്. ഒരു നാട്ടിൻപുറത്തെ പട്ടണത്തിലെ ഒരു ചെറിയ അപ്പാർട്ട്മെൻറ്റിൽ താമസിച്ചിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു മകളുണ്ടായിരുന്നു. അവർ ആ മകളെ ഒരുപാട് സ്നേഹിച്ചു. തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ചു പോയതു മുതൽ മകൾക്ക് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം ഉറപ്പാക്കാൻ ആ സ്ത്രീ തൻ്റെ കഴിവിൻ്റെ പരമാവധി ചെയ്തു. പെൺകുട്ടിക്ക് 13 വയസ്സുള്ളപ്പോൾ പട്ടണത്തിലെ മറുവശത്ത് താമസിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനുമായി അവൾ പ്രണയത്തിലായി. അവളുടെ അമ്മ ആ ബന്ധത്തിന് എതിരായിരുന്നു. ഒരു കാമുകനെ കിട്ടാൻ അവൾക്ക് പ്രായം കുറവാണെന്ന മകളോട് പറഞ്ഞു. പക്ഷേ പെൺകുട്ടി വളരെ പിടിവാശിക്കാരിയായിരുന്നു. അവൾ അമ്മയുമായി തർക്കിച്ചു. തൻ്റെ കാമുകനുമായി ബന്ധം വേർപെടുത്താൻ വിസമ്മതിച്ചുകൊണ്ട് അമ്മയുമായി എപ്പോഴും വഴക്കിട്ടു. അങ്ങനെ ഒരു രാത്രി അമ്മ ഉറങ്ങാൻ കിടന്നതിന് ശേഷം പെൺകുട്ടി ഒളിച്ചോടി തൻ്റെ കാമുകനെ കാണാൻ തീരുമാനിച്ചു. അവൾ പതുക്കെ ശബ്ദമുണ്ടാക്കാതെ തൻ്റെ കിടപ്പുമുറിയുടെ ജനൽ തുറന്ന് അടുത്തുള്ള ഒരു മരത്തിൽ നിന്ന് താഴേക്ക് കയറാൻ ശ്രമിച്ചു. അവൾ ആ മരത്തിൻ്റെ ശാഖയിലേക്ക് കൈ നീട്ടാൻ ശ്രമിച്ചതും കാൽ വഴുതി ആ പെൺകുട്ടി താഴേക്ക് വീണു. പിറ്റേന്ന് പുലർച്ചെ അവരുടെ അപ്പാർട്ട്മെൻറ്റിലെ കെട്ടിടത്തിന് പുറത്തുള്ള നടപ്പാതയിൽ അവളുടെ മൃതദേഹം കണ്ടെത്തി. അവളുടെ കഴുത്ത് ഒടിഞ്ഞിരുന്നു. ഭയാനകമായ അപകടത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ അമ്മ ചങ്ക് തകർന്ന് കരഞ്ഞുപോയി. ആർക്കും ആ അമ്മയെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. തല മുതൽ കാൽ വരെ കറുത്ത വസ്ത്രം ധരിച്ച ആരോടും സംസാരിക്കാതെ അവർ നടക്കുന്നത് പട്ടണത്തിൽ താമസിച്ചിരുന്ന ആളുകൾ പലപ്പോഴും കാണുമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട മകൾ അരികിലില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് അവർക്ക് തോന്നി. എല്ലാത്തിനേക്കാളും അവളെ ഏറ്റവും വിഷമിപ്പിച്ചത് അവൾക്ക് വിട പറയാൻ ഒരിക്കലും അവസരം ലഭിച്ചില്ല എന്നതാണ്. ഒരു ദിവസം ആ അമ്മ ഒരു ജ്യോത്സ്യനെ സമീപിക്കാൻ തീരുമാനിച്ചു. മരിച്ചുപോയ മകളുമായി ആശയവിനിമയം നടത്താൻ എന്തെങ്കിലും വഴി ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചു. അല്ലെങ്കിൽ അവസാനമായി അവളെ ഒരു നോക്കെങ്കിലും കാണണം. ജ്യോത്സ്യൻ അവളുടെ കഥ കേട്ട മകളെ വീണ്ടും കാണാൻ ഒരു വഴിയുണ്ടെന്ന് ആ സ്ത്രീയോട് പറഞ്ഞു. ഇന്ന് രാത്രി കൃത്യം അർദ്ധരാത്രിയിൽ നിങ്ങൾ കാടിൻ്റെ ഏറ്റവും കട്ടിയുള്ള ഭാഗത്തേക്ക് പോകണം, ജ്യോത്സ്യൻ പറഞ്ഞു. അവിടെ നിങ്ങൾക്ക് ഒരു വിടവ് കാണാം. അവിടെ നിൽക്കൂ. നിങ്ങളുടെ മകൾ പ്രത്യക്ഷപ്പെടുന്നതുവരെ കാത്തിരിക്കൂ. ഈ വാർത്ത കേട്ട് ആ അമ്മ സന്തോഷിച്ചു. ജ്യോത്സ്യന് പണം നൽകിയ ശേഷം നേരെ വീട്ടിലേക്ക് പോയി. തൻ്റെ പ്രിയപ്പെട്ട മകളെ വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ അവൾ അതിയായി സന്തോഷിച്ചു. അവളോട് പറയാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അവളുടെ മനസ്സുകൊണ്ട് തുടിച്ചു. ഇതൊക്കെ ഓർത്തുകൊണ്ട് ആ വൈകുന്നേരം അമ്മ വീട്ടിലിരിക്കുമ്പോൾ അവളുടെ വീടിൻ്റെ മുൻവാതിലിൽ ഒരു മുട്ട് കേട്ടു. അത് ആരാണ് എന്നറിയാൻ വാതിൽ തുറന്നു നോക്കിയപ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു അപരിചിതയായ വൃദ്ധ അവിടെ നിൽക്കുന്നത് അവൾ കണ്ടു. നിനക്ക് ഞാനൊരു ഉപദേശം തരാനാണ് വന്നത്. നല്ലതാണ് എന്ന് തോന്നിയാൽ നീ ഉപദേശം സ്വീകരിക്കും, വൃദ്ധ പറഞ്ഞു. നിനക്ക് ശരിക്കും മകളെ കാണണമെങ്കിൽ 15 മിനിറ്റ് നേരത്തെ കാട്ടിലേക്ക് പോകൂ. ഏറ്റവും ഉയരമുള്ളതും കരുത്തുറ്റവുമായ മരം കണ്ടെത്തി ഏറ്റവും മുകളിലേക്ക് കയറുക. ശക്തമായ ഒരു കയറുകൊണ്ട് ശാഖയിൽ ഉറപ്പിക്കുക. തുടർന്ന് അർദ്ധരാത്രി വരുന്നതുവരെ കാത്തിരിക്കുക. അപ്പോൾ മാത്രമേ നിനക്ക് നിന്റെ മകളെ കാണാൻ കഴിയൂ. അമ്മയ്ക്ക് മറുപടി പറയാൻ അവസരം ലഭിക്കുന്നതിന് മുമ്പ് വെളുത്ത വസ്ത്രം ധരിച്ച വൃദ്ധ തെരുവിലൂടെ ഓടി. ഒരു മൂലയ്ക്ക് ചുറ്റും അപ്രത്യക്ഷമായി. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ കഴിയാതെ ആ അമ്മ ആശയക്കുഴപ്പത്തിലായിരുന്നു. രാത്രിയായിട്ടും അവർക്ക് ഇപ്പോഴും തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല. രാത്രി 11:45 കഴിഞ്ഞു. അവൾക്ക് ആകെ ടെൻഷനായി. അവൾ കട്ടിലിൻ്റെ അരികിൽ വിറച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ അവൾ കാട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. കാടിൻ്റെ ഏറ്റവും കട്ടിയുള്ള ഭാഗത്തേക്ക് പോകുമ്പോൾ അവൾ ഒരു ചെറിയ പറമ്പിലെത്തി. അവിടെ ഉയരമുള്ളതും കരുത്തുറ്റവുമായ ഒരു മരം അവൾ കണ്ടു. വളരെ പ്രയാസപ്പെട്ട ആ സ്ത്രീ മുകളിലേക്ക് കയറി ഒരു ശാഖയിൽ പറ്റിപ്പിടിച്ചു. അവൾ ഒരു കയർ ചുറ്റി തൻ്റെ ശരീരം ശാഖയിൽ സുരക്ഷിതമായി കെട്ടി. അർദ്ധരാത്രിയുടെ ആരംഭത്തിൽ അവൾ താഴേക്ക് നോക്കിയപ്പോൾ തൻ്റെ പ്രിയപ്പെട്ട മകൾ താഴെയുള്ള പറമ്പിൽ നിൽക്കുന്നത് കണ്ടു. വെളുത്ത വസ്ത്രം ധരിച്ച ആ പെൺകുട്ടിയുടെ മുഖം മരണകാരണമായി വിളറിയിരുന്നു. അവൾ സുതാര്യമായ ഒരു പ്രേതത്തെ പോലെ ആ വിടവിലൂടെ ഒഴുകി നടക്കുന്നതായി തോന്നി. അമ്മ കൂടുതൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ വിചിത്രമായ എന്തോ ഒന്ന് ശ്രദ്ധിച്ചു. കാലുകൾക്ക് പകരം മകളുടെ കുളമ്പുകൾ വിളർന്നിരിക്കുന്നു. അമ്മ ഭയത്തോടെ നോക്കുമ്പോൾ പ്രേതമായ പെൺകുട്ടി മുകളിലേക്ക് നോക്കി ചിരിച്ചു. ശരി, ഞങ്ങളുടെ രഹസ്യം നീ ഊഹിച്ചതായി തോന്നുന്നു, മകൾ ആഴത്തിലുള്ള ശബ്ദത്തിൽ പറഞ്ഞു. ആ പെൺകുട്ടിയുടെ മുഖം തിളങ്ങാനും മാറാനും തുടങ്ങി. അവളുടെ മുഖഭാഗങ്ങൾ ഉരുകിപ്പോയി. പകരം പിശാചിൻ്റെ മുഖം പ്രത്യക്ഷപ്പെട്ടു. അവൻ മരത്തിൻ്റെ ചുവട്ടിൽ പിടിച്ചു. തൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് അതിനെ കുലുക്കാൻ തുടങ്ങി. അമ്മ ജീവനു വേണ്ടി കൊമ്പുകളിൽ പറ്റിപ്പിടിച്ചു. മരത്തിൽ നിന്ന് വീണാൽ പിശാച് തന്നെ കഷ്ണങ്ങളാക്കുമെന്ന് അവൾക്കറിയാമായിരുന്നു. മണിക്കൂറുകൾ കടന്നുപോയി. ശാഖയിൽ പിടിച്ചിരുന്ന അമ്മയുടെ കൈകൾ തളർന്നു. പിശാച് മരത്തെ കുലുക്കിക്കൊണ്ടിരുന്നു. മുഖത്ത് ഒരു ദുഷ്ടപുഞ്ചിരി. കയറുകൾ അഴിഞ്ഞു വീണു. താൻ പിടിക്കപ്പെടുമെന്ന് ആ സ്ത്രീ ഭയപ്പെട്ടു. അപ്പോഴേക്കും പ്രഭാത സൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ മരങ്ങളിലൂടെ പ്രകാശിക്കാൻ തുടങ്ങി. സൂര്യപ്രകാശം പിശാചിൻ്റെ ചർമ്മത്തിൽ സ്പർശിച്ചപ്പോൾ അവൻ തീജ്വാലങ്ങളായി തകർന്ന് ചാരമായി.
അമ്മ പതുക്കെ ശ്രദ്ധാപൂർവം മരത്തിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ഓടി. അവൾ ഭയത്താൽ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ പ്രഭാതത്തിൽ അമ്മ ഒടുവിൽ മകളുടെ മരണം സ്വീകരിച്ചു. ഈ സ്റ്റോറി ഇഷ്ടമായാൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ. ഓക്കെ, ബൈ ബൈ.